കടത്തനാട് എഡ്യൂസിറ്റി ചെക്കാട് പഞ്ചായത്തിലെ കുറുവന്തേരിയിലും വളയത്തുമായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സമുച്ചയം 15 ഏക്കർ സ്ഥലത്ത് CBSE സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സിവിൽ സർവീസ് അക്കാദമി, മീഡിയ അക്കാദമി, ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കലാവിരുന്നിന് ഇന്ന് കൊട്ടിക്കലാശം. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തിരശ്ശീല വീഴാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ സമാപന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി റിസപ്ഷൻ കമ്മിറ്റി അറിയിച്ചു. റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായ CK ബാലകൃഷ്ണനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. 64ാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. 24-ന് തുടങ്ങി ഇന്ന് 28-ന് അവസാനിക്കുന്നു. ഈ 5 നാളുകളിൽ 1000-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. എല്ലാ വേദികളിലും വളരെ കൃത്യമായിട്ട് പരിപാടികൾ നടന്നു വരുന്നു. പരിപാടി തുടങ്ങാൻ ചില വേദികളിൽ ചില കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് പ്രോഗ്രാം കമ്മിറ്റി, ഞാൻ മനസ്സിലാക്കിയത്, ജഡ്ജസിന്റെ കൃത്യമായ സമയത്ത് എത്താത്തതാണ് ആ പ്രോഗ്രാം നീണ്ടുപോകാനുള്ള കാരണം ചില വേദികളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് സമാപന സമ്മേളനം വെച്ചത് 6 മണിക്കാണ്. 6 മണിക്ക് എല്ലാ വേദികളിലും പരിപാടി കഴിയും എന്ന് വിശ്വസിക്കുന്നില്ല. ഇന്നലെ ഏറെ വൈകിട്ടാണ് 11-12 മണിയായിക്ക് ചില വേദികളിൽ പരിപാടി കഴിയുമ്പോൾ ഇന്ന് 6 മണിക്ക് 6:30 ആണ് ഞങ്ങൾ വിശിഷ്ടാതിഥികളോടും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലെ വിശിഷ്ടാതിഥി നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കൊല്ലം ഷാഫി, പ്രശസ്ത ഗായകൻ, സംഗീത സംവിധായകൻ, അതോടൊപ്പം തന്നെ SP ഓഫ് പോലീസ്, സൂപ്രണ്ട് ഓഫ് പോലീസ് ബൈജു സാറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ജില്ലയിലെ DOമാർ, AEOമാർ, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ ഒഫീഷ്യൽസ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും 7 മണിക്കാണ് സമാപന സമ്മേളനം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലാണ് ഇന്നത്തെ സമാപന സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മത്സരങ്ങളെ ആ സമയത്ത് കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും? അതിൽ ഓവറോൾ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് ചേർന്നിരുന്നു. ഓവറോൾ പ്രഖ്യാപിക്കാൻ ആ സമയത്ത് കഴിയില്ല. പക്ഷേ ചില ഐറ്റംസ്, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം തുടങ്ങിയ ഐറ്റങ്ങൾ ആ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയും. അതിൻ്റെ ഓവറോൾ പ്രഖ്യാപിക്കാൻ കഴിയും. മറ്റ് ഇൻഡിവിജ്വൽ ട്രോഫികളും കാര്യങ്ങളൊക്കെ തന്നെ ആ സമയത്ത് വിതരണം ചെയ്യാം എന്നാണ് ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ പറഞ്ഞത്. ആദികേശവിലൂടെ തുടക്കം കുറിച്ച കലോത്സവം കൊല്ലം ഷാഫിയുടെ കലാവിരുന്നോടെ സമാപനം കുറിക്കുകയാണ്. റിസപ്ഷൻ കമ്മിറ്റിയിൽ നിന്നും മീഡിയ വിഷന് വേണ്ടി ക്യാമറാമാൻ അശ്വന്തിനൊപ്പം ആദിരാജ് അരൂർ.